ചക്കുവരയ്ക്കൽ ഗവൺമെന്റ് യു.പി. സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാവുകയാണ് സ്കൂളിലേക്കെത്തുന്ന കുട്ടികളും പ്രദേശവാസികളും. ചക്കുവരയ്ക്കൽ ഗാന്ധി ഗ്രാമത്തിൽ ഇവിടുത്തെ യു.പി. സ്കൂളിലെ നഴ്സറി വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തോട് ചേർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളക്കെട്ട് രൂപപ്പെട്ട് നിരവധി വർഷങ്ങൾ പിന്നിട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഇതുമൂലം ഗ്രാമത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയുമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നും പനിയും എല്ലാം ആയ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രി പോയി മരുന്ന് വാങ്ങിക്കാൻ സമയമുണ്ട്. അത്ര കഷ്ടപ്പെട്ടു ഇവിടെ കിടക്കുന്നത്. മുട്ടറ്റം കെട്ടിക്കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഈ വെള്ളത്തിലൂടെ ദിനംപ്രതി കാൽനടയായി സഞ്ചരിച്ചാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത്. ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷകൾ പോലും ഈ വെള്ളക്കെട്ട് കാരണം ഇവിടേക്ക് എത്താൻ മടിക്കുന്നു. പ്രദേശവാസികൾക്ക് ചക്കുവരയ്ക്കൽ ജംഗ്ഷനിലേക്ക് എത്താനുള്ള ഏക മാർഗവും ഇതാണ്. ചക്കുവരയ്ക്കൽ ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ നഴ്സറി വിഭാഗം പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയാണ് ഈ കാണുന്നത്. 10 മീറ്റർ പോലും അകലമില്ല. ഇവിടെ 40-ലധികം കുട്ടികളെ ഈ നഴ്സറി വിഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളും ഇവിടെ ആകെ 250 കുട്ടികളുണ്ട്. ഈ കുട്ടികളെല്ലാം തന്നെ ഈ വെള്ളത്തിൽ കൂടെ കയറി ഇറങ്ങിയാണ് ഒരു ദിവസം രാവിലെയും വൈകിട്ടും സഞ്ചരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ നിരന്തരമായി ഈ വെള്ളത്തിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വെള്ളക്കെട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളത്തിലൂടെ നിരന്തരമായി കയറി ഇറങ്ങുന്നതുകൊണ്ട് ഈ കുട്ടികളുടെ കാലിലും കയ്യിലും എല്ലാം ചൊറിയും വ്രണങ്ങളും പിടിച്ച് ഒരിക്കലും ഉണങ്ങാത്തുള്ള ചൊറിയും വ്രണങ്ങളുമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൊതുക് പെറ്റുപെരുകി ആ കൊതുകിൻ്റെ ശല്യം പകൽ സമയത്ത് പോലും ഈ ക്ലാസ് മുറിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനൊക്കാത്ത സ്ഥിതിയിൽ കൊതുകിൻ്റെ ശല്യം വളരെ രൂക്ഷമാണ്. ഗ്രാമത്തിലെ നിരവധി കുടുംബങ്ങളുടെ ഏക കുടിവെള്ള സ്രോതസ്സായ പഞ്ചായത്ത് കിണർ സ്ഥിതി ചെയ്യുന്നതും ഈ വെള്ളക്കെട്ടിന് സമീപത്താണ്. ദുഷിച്ചു നാറിയ ഈ ജലം കിണറ്റിലേക്ക് താഴ്ന്നിറങ്ങിയതോടെ ഇവരുടെ കുടിവെള്ളവും മുട്ടി. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുക് ശല്യവും രൂക്ഷമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടം സന്ദർശിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഇവിടുത്തുകാർക്ക് വാക്ക് നൽകിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഗ്രാമസഭകളിലും ഈ വിഷയം നിരവധി തവണ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു നാടിനാകെ രോഗം വിതയ്ക്കുന്ന ഈ പ്രശ്നത്തിന് അധികാരികൾ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രാഷ്ട്രീയ ഭേദമില്ലാതെ സംയുക്ത സമരസമിതിക്കും രൂപം നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഇത് സമൂഹത്തിൻ്റെ പൊതുവായ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരും നാളുകളിൽ ഈ സമൂഹത്തെ ഈ മ്ലേച്ഛമായ രീതിയിൽ ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നതിന് ശക്തമായ പ്രക്ഷോഭം, പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇന്നിത് ഇവിടെ നിന്നും ഞങ്ങൾ പരാതി പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കുന്നു. അതൊപ്പം ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നു. ബന്ധപ്പെട്ട അധികാരികളിലെല്ലാം ഈ പരാതികൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഈ പരാതി ഇന്നിവിടെ നയിക്കുകയാണ്. വ്യാഴാഴ്ച സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികൾ ഈ വെള്ളക്കെട്ടിൽ കളിവള്ളങ്ങൾ ഒഴുക്കി പ്രതീകാത്മകമായി പ്രതിഷേധിച്ചു. വാർഡ് മെമ്പർമാരായ ശ്രീവിദ്യ, തങ്കമ്മ എബ്രഹാം, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പൂക്കോയ തങ്ങൾ, രാജേന്ദ്രൻ, ഡോക്ടർ അനിൽകുമാർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് മാത്യു, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളായ കൃഷ്ണകുമാർ, ദേവദാസ്, അരവിന്ദാക്ഷൻ, ചന്ദ്രകുമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. നാടിനാകെ ദുരിതം വിതയ്ക്കുന്ന ഈ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും പഞ്ചായത്ത് അധികാരികൾക്കും അടക്കം നിവേദനം നൽകുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. പ്രശ്നത്തിന് എത്രയും വേഗം നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ കുട്ടികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ലൈവ് വാർത്ത, പുനലൂർ.